എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിന്റെ 72ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ഈ സ്റ്റേഡിയത്തിൽ അരങ്ങേറാൻ പോവുകയാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇവിടെ നടക്കുന്ന പരേഡ് വീക്ഷിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും കേരള സർക്കാർ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മഹാമാരിയായ കോവിഡ്-19 സൃഷ്ടിച്ച പ്രതികൂല സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയുള്ള ഒരു പരേഡാണ് ഈ വർഷം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പരേഡ് വീക്ഷിക്കാനെത്തുന്ന എല്ലാവരും കോവിഡ്-19 പ്രോട്ടോകോൾ അനുശാസിക്കുന്ന സാമൂഹിക അകലം കൃത്യമായി പാലിക്കേണ്ടതാണ്. മാതൃരാജ്യത്തോടുള്ള സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കേണ്ടുന്ന സുദിനമാണിന്ന്. നമ്മൾ ഭാരതീയർ എന്ന് പറയുവാൻ നമുക്ക് കരുത്തേകിയ മൺമറഞ്ഞവരും അല്ലാത്തവരുമായ ധീര ദേശാഭിമാനികളെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഭാരതം എന്ന മഹത്തായ ആശയത്തിനായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ബഹുമാന്യരായ ഓരോരുത്തർക്കും കേരള സർക്കാരിന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന പരേഡിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവറുകൾ അഭിവാദനം സ്വീകരിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഭാരതീയ കരസേന, ഭാരതീയ വായുസേന, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സ്പെഷ്യൽ ആംഡ് പോലീസ്, തിരുവനന്തപുരം സിറ്റി പോലീസ്, NCC സീനിയർ ഡിവിഷൻ ബോയ്സ്, NCC സീനിയർ വിംഗ് ഗേൾസ്, തിരുവനന്തപുരം സിറ്റി പോലീസ് ബാൻഡ്, കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയൻ ബാൻഡ് വിഭാഗവും ഈ പരേഡിൽ പങ്കെടുക്കുന്നു. श्रीमान सभी प्लाटून परेड पर हाजिर है। ഇന്നത്തെ പരേഡ് നയിക്കുന്നത് ഭാരതീയ വായുസേനയുടെ സദേൺ എയർ കമാൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലൈറ്റിലെ സ്ക്വാഡ്രൺ ലീഡർ
വിക്രം സിൻഹയാണ്. എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദ്, നാഷണൽ ഡിഫൻസ് അക്കാദമി, രാഷ്ട്രീയ മിലിറ്ററി സ്കൂൾ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന സ്ക്വാഡ്രൺ ലീഡർ വിക്രം സിൻഹയ്ക്ക് 2013 ഭാരതീയ വായുസേനയിൽ നിന്നും കമ്മീഷന്റെ പദവി ലഭിച്ചിട്ടുള്ളതാണ്. ഡൽഹി പാലം എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയ നോർത്തേൺ സെക്ടറിന്റെ ഫ്ലൈയിംഗ് ഡ്യൂട്ടിയുടെ ചുമതല വഹിച്ചിട്ടുള്ള സ്ക്വാഡ്രൺ ലീഡർ വിക്രം സിൻഹ തന്റെ കുറഞ്ഞ സേവന കാലയളവിൽ വിവിധ തരം യുദ്ധവിമാനങ്ങൾ 1000 മണിക്കൂറിലധികം പറത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ JNUവിൽ നിന്നും ബിരുദം നേടിയിട്ടുള്ള സ്ക്വാഡ്രൺ ലീഡർ വിക്രം സിൻഹ ഇപ്പോൾ തിരുവനന്തപുരം എയർഫോഴ്സ് സ്റ്റേഷനിലെ 17th ഫോർവേഡ് ബേസ് സപ്പോർട്ട് യൂണിറ്റിൽ സേവനം അനുഷ്ഠിക്കുന്നു. സ്ക്വാഡ്രൺ ലീഡർ വിക്രം സിൻഹ 2020 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ചിട്ടുണ്ട്. ഇന്നത്തെ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഭാരതീയ കരസേനയുടെ ഗർവാൾ റൈഫിൾ റെജിമെന്റ് 13ാം ബറ്റാലിയന്റെ ലഫ്റ്റനന്റ് ഹർകിരത് സിംഗ് റായത്താണ്. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ഇൻഡോർ സ്വദേശിയായ ലഫ്റ്റനന്റ് ഹർകിരത് സിംഗ് റായത്ത് നാഷണൽ ഡിഫൻസ് അക്കാദമി പൂനെയിലെയും ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂണിലെയും പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2019 ഗർവാൾ റൈഫിൾ റെജിമെന്റ് 13ാം ബറ്റാലിയനിൽ നിന്നും കമ്മീഷന്റെ പദവി ലഭിച്ചിട്ടുള്ള ലഫ്റ്റനന്റ് ഹർകിരത് സിംഗ് റായത്ത് മാവുലെ ഇൻഫൻട്രി സ്കൂളിൽ നിന്നും യങ് ഓഫീസേഴ്സ് കോഴ്സും ബൽഗാമിലെ കമാൻഡോ സ്കൂളിൽ നിന്നും കമാൻഡോ കോഴ്സും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പരേഡിൽ മുൻനിരയിൽ ഒന്നാമതായി നിൽക്കുന്നത് ഭാരതീയ കരസേനയുടെ ഗർവാൾ റൈഫിൾ റെജിമെന്റ് 13ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിന്റെ കമാൻഡർ നായിബ് സുബേദാർ ദിഗ്ബാൽ സിംഗ് ആണ്. മുൻനിരയിൽ രണ്ടാമതായി നിൽക്കുന്നത് ഭാരതീയ വായുസേനയുടെ ഫ്ലൈറ്റ് ആണ്. ഈ ഫ്ലൈറ്റിന്റെ കമാൻഡർ ജൂനിയർ വാറന്റ് ഓഫീസർ VP സെറാവത്ത് ആണ്. പരേഡിൽ മൂന്നാമതായി നിൽക്കുന്നത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഗ്രൂപ്പ് സെന്റർ പള്ളിപ്പുറത്തിന്റെ ഒരു പ്ലറ്റൂൺ ആണ്. ഈ പ്ലറ്റൂണിന്റെ കമാൻഡർ പോലീസ് സബ് ഇൻസ്പെക്ടർ അരുൺ SP. പരേഡിൽ നാലാമതായി നിലയുറപ്പിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ആംഡ് പോലീസിന്റെ ഒരു പ്ലറ്റൂൺ ആണ്. പ്ലറ്റൂണിന്റെ കമാൻഡർ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിദ്ദിഖ് ആണ്. പരേഡിന്റെ രണ്ടാം നിരയിൽ ഒന്നാമതായി നിൽക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു പ്ലറ്റൂൺ ആണ്. ഈ പ്ലറ്റൂണിന്റെ കമാൻഡർ പോലീസ് ഇൻസ്പെക്ടർ സജു കുമാർ. പരേഡിന്റെ രണ്ടാം നിരയിൽ രണ്ടാമതായി NCC സീനിയർ ഡിവിഷൻ ആർമി ബോയ്സ് ആണ്. ഈ പ്ലറ്റൂണിന്റെ കമാൻഡർ അണ്ടർ ഓഫീസർ രഞ്ജിത്ത് ആണ്. പരേഡിന്റെ രണ്ടാം നിരയിൽ അവസാനമായി നിലകൊള്ളുന്നത് NCC സീനിയർ വിംഗ് ഗേൾസിന്റെ പ്ലറ്റൂൺ ആണ്. പ്ലറ്റൂണിന്റെ കമാൻഡർ സീനിയർ അണ്ടർ ഓഫീസർ കുമാരി രഞ്ജന RR. ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ അവസാനമായി നിലയുറപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയന്റെയും ബാൻഡ് വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങൾക്ക് ബാൻഡ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീ ശിവകുമാർ, ശ്രീ ബിജുകുമാർ എന്നിവർ നേതൃത്വം നൽകുന്നു.
കൃത്യം 9 മണിക്കു തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവറുകൾ പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന് ദേശീയ പതാക ഉയർത്തുന്നതും പരേഡിനെ അഭിവാദനം ചെയ്യുന്നതുമാണ്. ദേശീയ പതാക ഉയർത്തുന്ന വേളയിൽ ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തുന്നതുമാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ പരേഡ് പരിശോധിക്കുന്നതും ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതുമാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എല്ലാവരും ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണമെന്നും ബഹുമാനപ്പെട്ട ഗവർണർ പരേഡ് ഗ്രൗണ്ടിൽ നിന്നും വിടവാങ്ങുന്നതിന് മുൻപായി ആരും തന്നെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് പോകരുതെന്നും അഭ്യർത്ഥിക്കുന്നു. श्रीमान परेड आपका निरीक्षण क्लब
Haziran! ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. श्रीमान परेड आपके अभिवादन के लिए हाजिर है। റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഗവർണറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. प्रिय पेटा मुख्यमंत्री श्री पिनराई विजयन, मट्टू विशिष्ट व्यक्ति कले, प्रिय पेटा सहोदरी सहोदरन मारे, एलावर्कुम एंडे
Republic Dina Ashamsakal. It is with a sense of great joy and accomplishment that we, the people of India, celebrate our 72nd Republic Day today. Our journey from the 71st to the 72nd Republic Day, barring a few weeks, has been grueling and challenging. However, Indian resilience, determination, and ingenuity enabled us to sail ahead as a stronger nation to the uncharted waters of the new normal. COVID-appropriate behavior may have required us to scale down the exhibition of celebrations, but our zeal and spirit are no lesser than any year ever before. Today we celebrate the memory of that proud moment in 1950 when our beloved nation became a republic by giving unto ourselves our holy book of democracy, which promises all citizens justice, equality, liberty, fraternity, and dignity. India's journey so far has been marked by concerted endeavors enabling every citizen to accomplish and enjoy the promises of our Constitution and to realize the goals listed in the directive principles. Our trust in the lofty ideals and invincibility of democracy is unwavering. It reflects our profound respect for the known and unknown heroes whose blood, sweat, and toil won for us the spring of freedom, the dignity and pride in being Indian that we enjoy today. As we celebrate our Republic Day, a pageantry of our achievements fills our minds. Alongside our gains, we concede the havoc wreaked by the COVID-19 pandemic, which redefined our lives and lifestyles. India's apt response to the pandemic was marked by a timely action to restore the economic growth with self-confidence and national resolve. Together we endured lockdowns and restrictions, confidently seeking opportunity in adversity. As a result, we are firmly back on the track, wiser, innovative, and confidently traversing the path of self-reliance. Today, our fight against COVID is almost at the cusp of victory, with the nationwide vaccination drive in full swing. The Atmanirbhar Bharat announced by our Honorable Prime Minister Shri Narendra Modi ji during the days of the pandemic rekindled the spark of creativity and innovation, taking the Gandhian concept of Gram Swaraj to the next level. In addition to the many indigenous vaccines in the offing,
the two vaccines against COVID developed by Indian scientists and doctors in record time and trusted by the world will remain as path-breaking and epic strides in the history of Indian science, symbolizing the Indian spirit of self-reliance, the spirit of Atmanirbharta or self-reliance has been deep-seated in Indian ethos, as is seen in the advice of Rishi Markandeya to Yudhishthir in Mahabharata. Api shakam pachanasya sukham ve maghvana girhe arjitam suen viryen na vyapa shrite kanchana. The few leaves grown by your own toil, cooking them and eating them is much better than depending on others. The spirit of self-reliance as well as Make in India was evident not only in the development of the vaccine but also in the development of Swasth Vayu ventilators and mass production of personal protective equipment kits. Inspired by the Indian tradition of Vasudhaiva Eva Kutumbakam, we have supplied medicines and equipment required to treat COVID infection globally, including the developed nations. Today, we as the pharmacy of the world are supplying COVID vaccine to our neighborhood and other nations. On this occasion, I would like to express my heartfelt gratitude to the doctors and scientists who developed the vaccine and the healthcare professionals and corona warriors who are working tirelessly at great personal risk. As a nation, we take immense pride in our armed forces, which are among the strongest in the world, with capabilities matching their large mandate. Their eternal vigil and restraint instills in us a greater sense of security. The recent developments at the borders were a test more of their restraint than of their strength. The acquisition of the latest generation aircrafts by Indian Air Force and successful testing of the quick reaction surface-to-air missiles and supersonic missile-assisted release of torpedo by Indian Army have made us proud. Equally proud we are to see Indian Navy's second aircraft carrier INS Vikrant ready for sea trial and the nuclear-powered ballistic missile submarine INS Arighat ready for service. Despite the hurdles caused by COVID-19, Indian Space Research Organization, which leads India's space program, could accomplish 3 missions in 2020 and venture into remote launch operations from Vikram Sarabhai Space Center in the true spirit of the new normal. Fully conscious of the role of education in nation building, the implementation of National Education Policy 2020 is underway, offering immense possibilities to expand
our horizons and to make India a global knowledge superpower. Accomplishments in education have always placed our beloved state Kerala on a higher pedestal. I am happy that the government of Kerala, led by our Chief Minister Shri Pinarayi Vijayan, has succeeded in making Kerala the first in the country to digitize its general education sector. We have also been ranked first in the National School Education of Niti Aayog. The establishment of a state's first open university in the name of Shri Narayan Guru, who professed enlightenment through education, and the founding of the Kerala University of Digital Sciences, Innovation and Technology as a timely response to the need for digital transformation are major achievements of the Kerala government. Our response to the inevitability of online classes for students was positive and most encouraging. In the few places which lacked connectivity and infrastructure, the government and the people stepped in with facilities like television and internet so that children did not miss the first bell online classes. Kerala's experience with COVID-19 has been challenging. Our swift response began with Break the Chain campaign, followed by innumerable innovative interventions. We could keep mortality to the lowest in the country and win acclaim across the world. As coronavirus underlined the truth that disease anywhere is a threat to health everywhere, we ensured that no one was left unattended and focused on upgrading 467 of our 674 primary health care centers to family health centers. We also rendered our expertise in setting up corona hospitals in other states in India. True to the unflinching spirit of inclusive India, our state adopted a policy of compassion and care, thereby ensuring food for all during the lockdown and after through the community kitchens of Kutumbshiri, relief camps, and regular supply of provision kits to all card holders. We also took care of the elders and guest workers during the crisis. Care and cares are also visible as more than 2.5 lakh houses built under the PMAY Life Project for the Homeless. The thick 6,000 study rooms constructed to ensure better education to children from tribal areas deserves special mention. Government of Kerala is committed to ensure that the first position accorded to it by the Government of India for effective democratic decentralization results in greater participation of people in the democratic and development process.
The real beauty of democracy manifests in the extraordinary deeds of the ordinary people. This is why Mahatma Gandhi wanted our democracy to be one where the weakest should have the same opportunities as the strongest. The progressive strides being made by our state government are effectively empowering every section of society in order to strengthen the India of tomorrow. A healthy and prosperous nation is like paradise on earth. Riddham hi Rajyam Padmendra Mahu. To ensure health, let us utilize the opportunity for vaccination against coronavirus and more importantly, continue COVID appropriate behavior with utmost care until the threat is wiped out. प्रिय पेटा सहोदरी सहोदरन्मारे विकसिता सुशक्ता स्वाश्रिया भारतम सुंदरा स्वयं पर्याप्त नव केरलम इवियान नमुडे स्वप्नवुम लक्ष्यवुम ई लक्ष्यम नेडान नमुक ओरुम योदे मुन्नेराम. Our dreams about a happier, more developed and stronger India can become reality only if we work in tandem to achieve our national goals of inclusive growth, transparency, and above all, people's participation in governance. Let us march ahead hand in hand, taking our nation to even greater heights, safeguarding the harmony that blooms amidst this diversity as our greatest inheritance. Ellavarkum Orikal Kudi Ende Republic Dina Asham Sakal. May we all enjoy the beauty of life and repel its ugliness. Ramanta Punya Lakshmirya Papista Ani Nasham. Loka Samasta Sukhino Bhavantu Nanni Jai Hind. Thank you, sir. श्रीमान, परेड को विसर्जन करने की अनुमति चाहता हूं. परेड टू एसी, परेड को ले जाओ.
निकट लाइट चल। ऑफिसर्स वापस क्रीज। ब्रेक पीछे मुड़। ब्रेक मध्य से तेज चल। ब्रेक पीछे मुड़। അവസാനമായി പരേഡിലെ ബാൻഡ് വിഭാഗങ്ങൾ ദേശീയ ഗാനം അവതരിപ്പിക്കുമ്പോൾ ഗ്രൗണ്ടിലുള്ള എല്ലാവരും ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Platoon commanders, take charge.